നമസ്കാരം. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഞങ്ങളുടെ മതം വളരുന്നു, ലോകമാകെ പടർന്ന് പന്തലിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാം കമ്മ്യൂണിറ്റി അതല്ലെങ്കിൽ മുസ്ലിം മതത്തിനെ കുറിച്ചൊക്കെ ഇസ്ലാമിക ഭീകരവാദികളായാലും ഇനി വേണ്ട ലോകത്താകമാനം നോക്കിക്കഴിഞ്ഞാലും ആ ഒരു അവകാശവാദം നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ബോധ്യമാവാൻ പറ്റും നമ്മൾക്ക്. എക്കാലവും ഇസ്ലാം വളർന്നിട്ടുള്ളത് അക്രമത്തിലൂടെ മാത്രമാണ്, അതിഭീകരമായിട്ടുള്ള മനുഷ്യക്കുരുതിയിലൂടെ മാത്രമാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്, അതല്ലെങ്കിൽ ഇസ്ലാമിനെ വളർത്തിയിട്ടുള്ളത്. ഏകദേശം 1400 വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ പരമകാരുണികനായ എന്നൊക്കെ ഇവർ തന്നെ അവകാശപ്പെടുന്ന ആ വ്യക്തി തന്നെ ഇസ്ലാം മതം എങ്ങനെയാണ് പടർത്തിയത് എന്നൊക്കെ ചിന്തിക്കുന്ന, ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാനോ. മാത്രമല്ല ഏറ്റവും കൂടുതൽ ക്രൂരത ഏത് മതത്തിലാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അതും നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു, രഞ്ജി ശ്രീനിവാസൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ ഒരു BJP സംഘപ്രവർത്തകനെ അതിനിഷ്ഠൂരമായി അതിക്രൂരമായി ഭീഭത്സമായ രീതിയിൽ കൊന്നിട്ടുള്ള ആ ഒരു കേസൊക്കെ നമ്മൾ കണ്ടു. അതിന്റെ ജഡ്ജ്മെന്റും കഴിഞ്ഞ ദിവസം വന്നു. അതിലെ 15 പ്രതികൾക്കും മരണം വരെ തൂക്ക് ശിക്ഷ വിധിച്ച ആ ഒരു അസാധാരണ വിധിയൊക്കെ നമ്മൾ കണ്ടു. അത് ഇവരുടെ ആ ഏറ്റവും കൊടും ക്രൂരതയോട് കൂടിയിട്ടുള്ള കൊലപാതകമായതുകൊണ്ട് തന്നെയാണ് ഈ 15 പ്രതികൾക്കും കൂട്ടമായിട്ട് തന്നെ ആ വധശിക്ഷ വിധിച്ചതും. മാത്രമല്ല അതിലെ മാക്സിമം പ്രതികൾക്ക് മാത്രമല്ല ഈ ലോകത്താകമാനം ആ ജഡ്ജ്മെന്റ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി, ഈ ഇസ്ലാമിക ഭീകരത ചിന്തിക്കുന്ന ഈ വർഗത്തിന് ഒരു താക്കീതായി മാറിയതൊക്കെ നമ്മൾ കണ്ടതാ. ഞാനിത് പറയാൻ കാരണം എന്തെന്നറിയാമോ? ഫ്രാൻസിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം 22-ാം തീയതി നടന്ന ശ്രീരാമ ഭഗവാന്റെ അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങൊക്കെ നമ്മൾ കണ്ടു. നോക്കൂ, ലോകത്താകമാനം ആളുകൾ സ്വമനസാല സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ധർമ്മത്തെ പുൽകുന്ന ആ ഒരു കാഴ്ച ഫ്രാൻസിൽ നിന്നും ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇസ്കോൺ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഹരേ കൃഷ്ണ മൂവ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവർക്ക് തന്നെ ഫ്രാൻസിൽ 2ഓളം ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രമൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ആ വീഡിയോസ് ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ്. കാരണം എന്താണ് യഥാർത്ഥത്തിലുള്ള സമാധാന മതം എന്നുള്ളതും ആ സമാധാന മതത്തിലേക്ക് ലോകം ഒന്നടങ്കം പറന്നെടുക്കുന്ന അതല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആ കാഴ്ചയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വിദേശത്ത് നിന്നുള്ള ആ ദൃശ്യങ്ങൾ കാണുക തന്നെ വേണം. ഇത് വിദേശികൾ മാത്രം അവർ മാത്രം വന്നു ചേർന്ന് അണയുന്ന ദൃശ്യങ്ങളുടെ ഒരു കൂട്ടമാണ്. അല്ലാതെ ഇത് ഇന്ത്യക്കാരല്ല. ഇതിലുള്ള ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഈ വീഡിയോയിലുള്ളവരൊന്നും ഇന്ത്യക്കാരല്ല, എല്ലാവരും വിദേശീയരാണ്. അവർ എത്രത്തോളമാണ് ശ്രീരാമ ഭഗവാനായാലും ശ്രീകൃഷ്ണ ഭഗവാനായാലും അവരെ ഹൃദയത്തോട് ചേർക്കുന്നത്, ഹിന്ദുയിസം എത്രത്തോളമാണ് അവരുടെ ആ രക്തത്തിലേക്ക് അവർ ലയിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഓരോരുത്തരും കാണേണ്ടതുണ്ട്, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിൽ നിന്നുള്ള ആ വീഡിയോ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് കണ്ടു നോക്കൂ. जय श्री राम, जय श्री राम, जय जय सीताराम, जय जय सीताराम, जय जय सीताराम, जय जय सीताराम, जय सीताराम, जय श्री राम. Jai Shri Ram, je suis très heureux. Hey Krishna, I'm Yumi from Japan. Jai Sitaram, Lakshman Hanuman. Hare Krishna, Jai Shri Ram. Je suis Mohamed et je suis marocain, j'ai 28 ans. Je pense que le Ramadan Yatara qui a lieu aujourd'hui, le 21 janvier 2024 à Paris, est une véritable chance pour tous les dévots de la conscience de Krishna et pour tous les dévots de Dieu, quelle que soit leur religion, de participer et prendre le darshan de Ram à Paris aux Champs-Élysées. Je suis aussi très content d'apprendre qu'il y a un mandir, un temple qui sera bientôt construit à Ayodhya, où je crois qu'il a été construit, je ne sais pas, j'ai pas d'informations. Et je suis très content que le Sanatan Dharma continue toujours. Voilà. Là, je suis vraiment très fatigué.
Hare Krishna, I'm Piotr from Ukraine, and I'm very happy about Ramadan and Kirtan, which is going to come soon. Hare Krishna. Hare Krishna, Jai Sitaram. Nous sommes très contents que Ram Yatra aura lieu à Paris. C'est un événement extraordinaire parce que le Seigneur suprême va entrer en contact avec les Parisiennes et c'est une grande occasion pour tout le monde. Je suis très content aussi qu'il y aura beaucoup de monde qui va connaître la miséricorde de Sri Ram, de Sita Devi et